നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. കുടുംബത്തിനുള്ളിലെ അതൃപ്തികളെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വിജയുടെ പിറന്നാൾ ദിവസം ലോകമെമ്പാടുമുള്ള ആരാധകരും സിനിമാ ലോകവും രാഷ്ട്രീയ നേതാക്കളും ആശംസകളുമായി എത്തിയപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം തിരഞ്ഞത് ഒരു പോസ്റ്റിനു വേണ്ടി മാത്രമായിരുന്നു, നടി തൃഷ കൃഷ്ണന്റേത്. എന്നാൽ കഴിഞ്ഞ ദിവസം തൃഷയുടെ ഭാഗത്തു നിന്ന് ആശംസകളൊന്നും വരാതിരുന്നതോടെ സോഷ്യൽ മീഡിയയിൽ പലവിധത്തിലുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും സജീവമായി. ഒപ്പം ഇൻസ്റ്റഗ്രാമിൽ വിജയെ തൃഷ അൺഫോളോ ചെയ്തതായും അവർ കണ്ടെത്തി. പിന്നാലെ ഇക്കാര്യം കൂടുതൽ ചർച്ചയായി. ഇരുവരും പ്രണയത്തിലാണെന്ന അടുത്തിടെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇരുവരും തമ്മിൽ പിരിഞ്ഞോ എന്ന തരത്തിലായിരുന്നു പുതിയ ചർച്ചകൾ. അതിനിടെയാണ് വൈകിട്ട് 7:30 തൃഷയുടെ ഇൻസ്റ്റഗ്രാമിൽ ആ പിറന്നാൾ പോസ്റ്റ് എത്തിയതോടെ വിവാദങ്ങൾ ഉടലെടുത്തു. ഇതിനിടെ വിജയിയുടെ ഭാര്യ സംഗീത സ്വർണലിംഗവും മകൾ ദിവ്യ സാക്ഷിയും ഉൾപ്പെടുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ്. ഒരു അത്ലറ്റിക്സ് മത്സരത്തിനിടയിലുള്ള ഇരുവരുടെയും വീഡിയോയാണ് പ്രചരിക്കുന്നത്. മത്സരത്തിലെ ഓട്ട ഇനത്തിൽ പങ്കെടുത്ത ദിവ്യ സാക്ഷ ഫിനിഷിംഗ് ലൈൻ കടന്നതിന് പിന്നാലെ മൈതാനത്തിന്റെ ഒരു വശത്ത് കാത്തുനിന്നിരുന്ന അമ്മ സംഗീതയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. വലിയ പുഞ്ചിരിയോടെ മകളെ വരവേൽക്കുന്ന സംഗീതയുടെ മുഖത്തെ സന്തോഷവും അഭിമാനവും ആരാധകരുടെ മനസ്സ് കീഴടക്കുകയാണ്. അമ്മയും മകളും തമ്മിലുള്ള ഈ മനോഹര നിമിഷം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയത്. ഇത്രയും വർഷങ്ങൾക്കിടെ ദിവ്യ സാക്ഷ എത്രത്തോളം വളർന്നുവെന്നത് കണ്ടാണ് പലരും അത്ഭുതപ്പെടുന്നത്. അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തെയും സ്നേഹത്തെയും പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലും പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം മത്സരത്തിൽ പങ്കെടുത്ത ദിവ്യ സാക്ഷിക്കും നിരവധി പേർ അഭിനന്ദനങ്ങൾ നേർന്നു. ആത്മവിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും മത്സരത്തിൽ പങ്കെടുത്ത താരപുത്രിക്ക് ഭാവിയിലെ നേട്ടങ്ങൾക്കായി ആശംസകളും ലഭിക്കുന്നുണ്ട്. വളരെ സ്വകാര്യമായ ജീവിതം നയിക്കുന്ന ദിവ്യ സാക്ഷയുടെ അപൂർവ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. ലളിതമായെങ്കിലും ഹൃദയസ്പർശിയായ ഈ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യവും ചെറിയ നിമിഷങ്ങളുടെ വിലയും ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ് ആരാധകർ പറയുന്നത്. ദിവ്യയെ അഭിനന്ദിക്കുന്നതോടൊപ്പം വിജയെ വിമർശിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മക്കളെ മറന്ന് എങ്ങനെ മറ്റൊരു സ്ത്രീക്കൊപ്പം സന്തോഷിക്കാൻ വിജയ്ക്ക് കഴിയുന്നുവെന്ന തരത്തിലും കമന്റുകൾ ഉണ്ട്. അമ്മയോളം പോകുന്ന ഒരു തണൽ വേറെ ഉണ്ടോ? പകരം വെക്കാനില്ലാത്ത സ്നേഹം. അച്ഛൻ നടിക്കൊപ്പം ബർത്ത്ഡേ ആഘോഷം പൊടിപൊടിക്കുമ്പോൾ സംഗീത മകൾ സാക്ഷിക്ക് മത്സരത്തിൽ മുന്നേറാൻ പ്രചോദനം നൽകുന്നു. വിജയ്ക്ക് എങ്ങനെ കഴിയുന്നു മക്കളെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷത്തിന്? ഉന്നത പദവിയിലിരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും മാതൃക ആവേണ്ടവരാവണം ഓരോ ഉന്നത പദവി അലങ്കരിക്കുന്നവരും. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് വിജയോട് വിയോജിപ്പുള്ളത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ കുറിച്ചത്. അതേസമയം സംഗീതയുടെയും മകളുടെയും വീഡിയോ 3 വർഷം പഴക്കമുള്ളതാണെന്നും ചിലർ കുറിച്ചു. മകളുടെ വീഡിയോ 2023 സ്കൂളിൽ പഠിക്കുന്ന ടൈമിലുള്ളതാണ്. ഇപ്പോൾ ആ കുട്ടി USC എന്ന അമേരിക്കയിലെ കോളേജിലാണ് എന്നും ചിലർ കുറിച്ചു. അതേസമയം വിജയ്ക്ക് പിറന്നാൾ ആശംസിച്ച് തൃഷ പങ്കുവച്ച ഫോട്ടോ AI ജനറേറ്റഡ് ആണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിജയുടെ ഷർട്ടും ലുക്കും 2024 വിജയ് അതേ ഷർട്ടിലും ലുക്കിലുമുള്ള വേറെ കുറെ ഫോട്ടോസ് 2024 ഫാൻസിന്റെ കൂടെ എടുത്തിരുന്ന ഒന്നാണ് എന്നാണ് ഒരാൾ കുറിച്ചത്. ഗായിക സുചിത്രയും തൃഷ പങ്കുവച്ചത് AI ജനറേറ്റഡ് ഫോട്ടോയാണെന്ന് ആരോപിച്ചെത്തിയിരുന്നു. നടിയുമായി ഭർത്താവിനുള്ള അവിഹിത ബന്ധമാണ് വിവാഹമോചനത്തിന് തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ഹർജിയിൽ സംഗീത വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 3 വർഷമായി വിജയുടെ എല്ലാ പിറന്നാളിനും മുടങ്ങാതെ ബർത്ത്ഡേ വിഷും ഫോട്ടോയും തൃഷ പങ്കിടാറുണ്ട്. 2021 മുതൽ ഇരുവരും അടുപ്പത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പിറന്നാളിന്റെ തൊട്ടടുത്ത ദിവസം നടി തൃഷയുടെ ഒപ്പം കേക്ക് മുറിക്കാനിരിക്കുന്ന ചിത്രം തൃഷ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിജയ്ക്കായി സ്പെഷ്യലായി വരുത്തിയ കേക്കുകളായിരുന്നു അതെന്ന് പലയിടങ്ങളിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. വ്യത്യസ്ത ഇനം കേക്കുകളാണ് വിജയ്ക്കായി തൃഷ ഒരുക്കിയത്. ഇതിലൊരെണ്ണം ഹൈദരാബാദിൽ നിന്നും ചെന്നൈയിൽ എത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അത് തൃഷ വരുത്തിയതാണോ അതോ ഹൈദരാബാദിൽ നിന്നും ആരെങ്കിലും വന്നപ്പോൾ കൊണ്ടുവന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ്. വളരെ വർഷങ്ങളായി വിജയ് ഭാര്യ സംഗീതയുടെ ഒപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട്. എന്നാൽ ഇവിടെ സംഗീത സ്വർണലിംഗവും ചർച്ച ചെയ്യപ്പെടുകയാണ്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയപ്പോഴും അതിനായി മത്സരിക്കുമ്പോഴുമെല്ലാം നിരവധി വാർത്തകൾ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരുന്നു.
വിജയ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത വിവാഹമോചനം വേണമെന്ന നീക്കം നടത്തിയത്. ഈ കേസ് 2 തവണ കേൾക്കാൻ വിളിച്ചുവെങ്കിലും 2 വട്ടവും മാറ്റിവെക്കുകയായിരുന്നു. സംഗീതയും 2 മക്കളും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോൾ തൃഷയുടെ ഒപ്പം വിജയ് കേക്ക് മുറിക്കാനിരുന്ന ചിത്രത്തിന് പുറമെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം വാർത്തകളിൽ വീണ്ടും നിറയുകയാണ്. വളരെ വർഷങ്ങളായി വാർത്തകളിലോ പൊതുപരിപാടികളിലോ എവിടെയും പ്രത്യക്ഷപ്പെടാത്ത വ്യക്തിയാണ് സംഗീത. ഇവരുടെ ജീവിതം അതീവ സ്വകാര്യമായി നടന്നു വരികയാണ്. വിജയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ എവിടെയും സംഗീത പങ്കെടുത്തിരുന്നില്ല. സംവിധായകൻ ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവരാണ് ഇവരുടെ മക്കൾ. മകന്റെ ആദ്യ സംവിധാന ചിത്രം റിലീസിനായി തയ്യാറെടുത്ത് വരികയാണ്. വിജയുമായി ബന്ധപ്പെട്ട പരിപാടികൾ എല്ലാത്തിലും തൃഷ പങ്കെടുത്തിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെയെന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത്. വിജയ് കൂട്ടുകാരിക്കൊപ്പം കേക്ക് മുറിക്കാൻ പോയെങ്കിൽ സംഗീത മറ്റൊരിടത്ത് അവരുടെ മകളെ പ്രോത്സാഹിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ദിവ്യ സാഷ ഒരു മികച്ച ബാഡ്മിന്റൺ കളിക്കാരിയാണെന്ന വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കൂൾ തലത്തിൽ പല മത്സരങ്ങളിലും പങ്കെടുത്ത ദിവ്യ പക്ഷേ വലിയ മത്സരങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പങ്കെടുത്തതായി വിവരമില്ല. മകളെ പ്രോത്സാഹിപ്പിക്കുന്നതും അമ്മ തന്നെ. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യം എവിടെ നടന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ വിവരവും ലഭ്യമല്ല. ഇവിടെ ഇതുവരെ മറ്റു ബന്ധുക്കൾ ആരെയും കണ്ടതായി വിവരമില്ല. സംഗീതയും മകളും വിദേശ രാജ്യത്ത് താമസമാക്കിയെന്നാണ് വിവരം. കുട്ടികൾ 2 പേരും ഇവിടെ ഉപരിപഠനം നടത്തിയെന്നാണ് വിവരം. അച്ഛനമ്മമാർ തമ്മിലെ പ്രശ്നത്തിൽ ഇതുവരെയും ജെയ്സണോ ദിവ്യയോ ഇടപെടൽ നടത്തിയതായി വിവരമില്ല. സന്ദീപ് കിഷനാണ് ജെയ്സന്റെ ചിത്രം സിഗ്മയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഈ ചിത്രത്തിന്റെ സിഗ്മ ആന്തം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയിരുന്നു. വിജയ് സംഗീത വിവാഹമോചന വിഷയം ഇപ്പോഴും ചെന്നൈയിലെ ചെങ്കൽപ്പേട്ട് കോടതിയുടെ പരിഗണനയിലാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഈ കേസ് വീണ്ടും തുറക്കും. ഇതുവരെയും വിജയോ സംഗീതയോ കേസിന്റെ ഭാഗമായി കോടതിയിൽ വന്നതായും വിവരമില്ല. എന്നിരുന്നാലും ഈ വിഷയം മാധ്യമങ്ങൾ ഇടവിടാതെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിജയുടെ പിറന്നാൾ ദിനം ആരാധകർക്ക് അല്പം കൈപ്പുള്ളതായിരുന്നുവെങ്കിലും തൃഷ കൃഷ്ണൻ വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തുവിടാതിരുന്നപ്പോൾ ഇത്തവണ വിവാദങ്ങളും ചർച്ചകളും ഇല്ല എന്ന് ആരാധകർ ഏറെ ആശ്വസിച്ചതാണ്. പ്രത്യേകിച്ച് വിജയ് മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ തൃഷയുടെ ആശംസകൾ എത്താതിരുന്നതും ആരാധകർക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ വൈകാതെ തന്നെ വിജയാരാധകരുടെ ആശ്വാസത്തിന് അധിക നേരം ആയുസ്സുണ്ടായില്ല. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് തൃഷ പിറന്നാൾ ആശംസ അറിയിച്ചെത്തിയതോടുകൂടി ഗോസിപ്പുകൾ പരിധി വിട്ടിരിക്കുകയാണ്. എന്നാൽ വിജയ് നിങ്ങൾക്ക് താരപുരുഷനാണെങ്കിൽ തനിക്ക് ജീവിത പങ്കാളിയാണെന്ന് തൃഷ പറയാതെ പറയുകയാണ്. ഈ ബന്ധത്തെ അംഗീകരിക്കാത്തവർ ഓർക്കുന്നത് വിജയുടെ ഭാര്യ സംഗീതയെക്കുറിച്ചാണ്. അകന്നെങ്കിലും നിയമപരമായി വിജയ്ക്ക് ഭാര്യ സംഗീത തന്നെയാണ്. തന്നോളം വളർന്ന മക്കളുമുണ്ട്. ഇവരുടെ മാനസികാവസ്ഥ വിജയും തൃഷയും ചിന്തിക്കേണ്ടതാണെന്നും വ്യാപകമായ അഭിപ്രായങ്ങളുണ്ട്. സംഗീത നൽകിയ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. വിജയും കാമുകിയും ഒരുമിച്ചുള്ള യാത്രകളുടെയും ഒത്തുചേരലിന്റെയും ഫോട്ടോ പുറത്തുവിടുന്നത് കുടുംബത്തിന് നാണക്കേടും മക്കൾക്ക് മാനസിക വിഷമവും ഉണ്ടാക്കുന്നുവെന്നാണ് സംഗീത പറഞ്ഞത്. എന്നാൽ ഈ പെറ്റീഷൻ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിജയും തൃഷയും ഒരുമിച്ച് ഒരു സദസ്സിലെത്തി പിന്നീടും ഇവരെ ഒരുമിച്ച് കണ്ടു. തൃഷ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കെത്തി. ഇപ്പോൾ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്ന പിറന്നാൾ ആശംസാ പോസ്റ്റും അജിത് കുമാറിന്റെ അമ്മ മരിച്ചപ്പോൾ അനുശോചനം അറിയിക്കാനെത്തിയ വിജയ്ക്കൊപ്പം തൃഷയും ഉണ്ടായിരുന്നു. ഇവരുടെ വിവാഹം സംഗീതയുമായുള്ള ഡിവോഴ്സിന് ശേഷം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന അഭ്യൂഹങ്ങൾ. 2000ങ്ങളുടെ തുടക്ക വർഷങ്ങളിലെ ഹിറ്റ് ജോഡിയായ ഇവർ അക്കാലത്ത് പരസ്പരം അടുത്തിരുന്നു. 2008 ശേഷം ഇവർ ഒരുമിക്കാതായി. വിജയ് സംഗീതയ്ക്കും മക്കൾക്കും പ്രാധാന്യം നൽകി. തൃഷയിൽ നിന്നും അകന്ന കാലഘട്ടമാണെന്നാണ് വാദം. അക്കാലത്ത് തൃഷ നൽകിയ അഭിമുഖങ്ങളിലും വിജയെ അവഗണിക്കുന്ന തരത്തിൽ തൃഷ സംസാരിച്ചിരുന്നു. വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്നാണ് സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നത്. ഈ നടിയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ തൃഷയാണ് ഈ നടിയെന്ന് ജനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്നതാണ് തൃഷയുടെ പ്രവൃത്തികളും. 27 വർഷം നീണ്ട വിവാഹ ബന്ധത്തിൽ നിന്നും നിയമപരമായി വേർപിരിയൽ ആവശ്യപ്പെട്ട് സംഗീതയാണ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയത്. അർഹമായ ജീവനാംശം തനിക്ക് നൽകണമെന്ന് സംഗീത ആവശ്യപ്പെടുന്നുണ്ട്. വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ ഇടപെട്ട് സംഗീതയെയും വിജയെയും അനുനയിപ്പിച്ചുവെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. സംഗീതയ്ക്ക് വലിയ തുക കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കിയെന്നും വാദം വന്നു. എന്നാൽ ഇവയൊന്നും സത്യമായിരുന്നില്ല. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.